ഹേ എവ്രിവൺ, സോ ഇന്നത്തേതൊരു ചോറൂണ് വ്ളോഗാണ്. വേറെ ആർക്കുമല്ല, നമ്മുടെ ഋത്തുക്കുട്ടന് ചോറ് കൊടുക്കാൻ പോവാണ്. അത് അങ്ങ് ഗുരുവായൂർ. കോഴിക്കോട് നിന്ന് ഞങ്ങൾ 5 പേരും ഉണ്ടായിരുന്നു. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ലോട്ടറി വാങ്ങിക്കാനുള്ള തിരക്കിൽ വേഗം ഒന്ന് ഓടിപ്പോയി ലോട്ടറിയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. രാമനാട്ടുകരയിലുള്ള അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്കും അച്ഛനും അർജുനും ഇഷ്ടമായി ഫുഡ്. എനിക്കതെന്തോ അങ്ങോട്ട് ഇഷ്ടമായില്ല, പക്ഷെ മോശമല്ലേ. പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള പോക്കാണ്. അതല്ലേലും ഗുരുവായൂർക്ക് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഗുരുവായൂർ ചോറ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ പ്രധാനമായിട്ട് കാണുന്ന ഒരു വഴിപാട് കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ. ഇവിടെ ജാനിക്ക് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ജാനിയുടെ ഗുരുവായൂരത്തെ ചോറൂണ് വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അതിൽ പറയേണ്ട ഒരു കഥ തന്നെ ഉണ്ട്. പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ പറയാം. ഓൾറെഡി വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മയൊക്കെ ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങിയ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തില്ല, കുറച്ചധികം തിരക്കായി പോയി. പക്ഷെ ചോറൂണും തുലാഭാരവും ഒക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. നമ്മൾ ഭഗവാനെ നല്ലപോലെ തൊഴുതിറങ്ങി. ഞായറാഴ്ചത്തെ തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളെല്ലാവരും 1000 രൂപയുടെ ഗീ ലാമ്പ് ടിക്കറ്റ് എടുത്തിട്ടാണ് തൊഴുതിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ക്യൂ നിന്ന് എത്തില്ല എന്ന് നമുക്കറിയാം. ഈ സൺഡേ തന്നെ ആയിരുന്നല്ലോ കുട്ടികൾക്ക് എല്ലാവർക്കുമുള്ള പൾസ് പോളിയോ. കഴിഞ്ഞ വർഷത്തെ പൾസ് പോളിയോ വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണത്തെ പൾസ് പോളിയോ ഞങ്ങൾ 2 മക്കൾക്കും ഗുരുവായൂരിന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഋതു ആണെങ്കിൽ ചോറൂണും ഇടിച്ചു കുത്തിയിട്ടുള്ള തുഴലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആള് സൈഡായി. കോവിഡിന് ശേഷം എപ്പോൾ ഗുരുവായൂർ വന്നാലും നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വഴിപാടുകളെല്ലാം മേടിക്കാറുള്ളത്. പായസമാവട്ടെ, പഴം, പഞ്ചസാര, വെണ്ണ എല്ലാം നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് ഓൺലൈനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് വന്ന് വാങ്ങിക്കൽ. അയ്യോ, ഞങ്ങൾക്ക് കാണുന്നില്ല. ഗോപിക്കുരയൊക്കെ മറ്റേ മണ്ണാടിയ ഞങ്ങൾ അവിടെ പിള്ളേരൊക്കെ നോക്കി നിന്നപ്പോഴത്തേക്കും അച്ഛ ആദ്യമേ തന്നെ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു പായസം വാങ്ങിക്കാൻ. ക്യൂ നിന്നോ പായസത്തിന്? ഇല്ല, അച്ഛൻ ക്യൂ നിന്നോണ്ട് ഞാൻ നിൽക്കണ്ടല്ലോ. ഞങ്ങളെല്ലാവരും നേരെ റൂമിലേക്ക് വന്നു ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ അച്ചുവിൻ്റെ അർജുൻ്റെ അമ്മ വേഗം പോയിട്ട് പ്രസാദോട്ടിന് കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പഴയുടെ രുചിയിലും പോയി ഊണ് കഴിക്കാനായിട്ട്. ഞങ്ങള് മാമുണ്ട്. മാമ കൊടുത്തോ? മാമുണ്ടോ? ഇപ്പോൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ എപ്പോഴും ഇവിടെ പഴയിടം രുചിയിലാണ് വരാറുള്ളത്. ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്താണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. തൊഴുതിറങ്ങിയിട്ട് നമ്മൾ കടകളിലൊന്നും ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പോകാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി. അവർ രണ്ടാളും പ്രസാദോട്ട് കഴിച്ചിറങ്ങാൻ എന്തായാലും സമയമെടുക്കും, കാരണം തിരക്കുണ്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ കടയിൽ പോകാൻ കരുതി. ഏതാ വേണ്ടേ ജാനി? ടൈഗറാ? അവിടെ പ്രോഗ്രാമിന് വേണ്ടി ഡാൻസിന് വേഷം കിട്ടിയ എല്ലാ കുട്ടികളെയും കാണുമ്പോൾ അമ്മു ആണെന്നും പറഞ്ഞിട്ടാണ് ജാനി ഓടി ചെല്ലണത്. റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള 1-2 കടകളിൽ എന്തായാലും കയറണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം ഒന്നും കവർ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു പോരേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്പോട്ട് കിഴക്കേ നടയിലുള്ള ഈ നെസ്കഫേ സ്റ്റോളായിരുന്നു. അവിടുത്തെ കോൾഡ് കോഫിയോ ഹോട്ട് ചോക്ലേറ്റോ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓടി ചെന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പം അവിടെ ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി കടകളിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും റെഡി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാക്കി കടകളിലെല്ലാം കയറാൻ തുടങ്ങി. കുറച്ച് പിള്ളേർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ ഓർണമെന്റ്സിന്റെ ഒക്കെ ഷോപ്പ് കണ്ടിട്ട് എൻ്റെ അച്ഛൻ്റെയും കിളി പാവുമായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ ഹോട്ട് ചോക്ലേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അർജു വിളിച്ചു. കോൾഡ് കോഫി അന്ന് അവിടെ ഇല്ലായിരുന്നു. പിന്നെ ജിപേയും അവരെടുക്കില്ല, നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ പേ ചെയ്യണം. അത്യാവശ്യം കുഴപ്പമില്ലാന്നേ എനിക്കും തോന്നിയുള്ളൂ. ഹൈപ്പ് അവിടെ ഇതാണ്, കോഫിയാണ്, അല്ലാണ്ട് കോൾഡ് കോൾഡ് ചോക്ലേറ്റിനല്ല ഹൈപ്പ്.
കോൾഡ് കോഫിയും ഹോട്ട് ചോക്ലേറ്റും ഭയങ്കര ഹൈപ്പാ അവിടെ. കോൾഡ് കോഫി അവിടെ ഇല്ല. അപ്പൊ കഴിച്ചത് കോൾഡ് ചോക്ലേറ്റ് ആണ്. അത് വൻ അബദ്ധമാണ്. കുഴപ്പമൊന്നും എനിക്ക് ഇഷ്ടമായില്ല. എൻ്റെ വായി കൈപ്പായി പോയി. ചോക്ലേറ്റിന് ഒറിജിനൽ ചോക്ലേറ്റ് കഴിപ്പാണ്. മോശം പറഞ്ഞത് നമുക്ക് ഇഷ്ടമായില്ല, നമ്മൾ ഇഷ്ടമായില്ല എന്നുള്ള ജെന്യൂൻ റീസണേ പറയുള്ളൂ. നമുക്കാരും പൈസ തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഈ ട്രൗസർ ഇട്ടിട്ട് അമ്പലത്തിൽ പറ്റൂല. നീല കളർ കറുപ്പോ നീലോ ട്രൗസർ ഇട്ട് അമ്പലത്തിൽ കയറാം. അപ്പൊ രാവിലെ എന്തിനാ മുണ്ട കൊടുത്തു നടന്ന്? മോർണിംഗ് ഒരു പിള്ളേർക്കുടെ സൗകര്യത്തിനും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിലേക്കാണ്. ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ കോഴിക്കോടേക്കും അവർ എറണാകുളത്തേക്കും. അയ്യോ അത് അങ്ങനെ ഉറങ്ങും ചിലപ്പോ. അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും അർജുനൊരു തോന്നൽ, ഇനി എന്നോട് ഡ്രൈവ് ചെയ്തോളാൻ. എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാനും കയറി ഡ്രൈവിങ്ങിന്. പറഞ്ഞത് അർജുനോട്, ഞാനില്ല അർജു ഓടിച്ചോ, അർജു വേഗം ഓടിച്ച് വീട്ടിലെത്തിക്കാമല്ലോ എന്നൊക്കെ. പക്ഷേ നീ ഓടിച്ചേ ശീലമാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇൻസിസ്റ്റ് ചെയ്ത് ഓടിപ്പിക്കുകയാണ്. പക്ഷെ അതേതായാലും നന്നായിട്ടോ. കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഇന്നലത്തെ ഓട്ടത്തോടെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. കാരണം അങ്ങ് ചാവക്കാട് മുതൽ കോഴിക്കോട് വരെ ഞാൻ വീട്ടിൽ അച്ഛൻ എന്നോട് പറയും, ഒറ്റ സൈഡ് മാത്രമല്ലേ വണ്ടി വരുള്ളൂ, അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ, ഒറ്റ ഇതിലങ്ങ് പോയാൽ മതിയല്ലോ എന്ന്. പക്ഷെ അതിനും ഒരു ധൈര്യം വേണമെന്നാണ് ഞാൻ വിശ്വസിക്കണേ. അർജു വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഡയറക്ഷനൊക്കെ പറഞ്ഞ് പാസഞ്ചർ പ്രിൻസസ് ആയിട്ട് ഇങ്ങനെ എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണ പോലെ അർജുവിന് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊരു മോഹം എന്ന് പറഞ്ഞിട്ടാണ് അർജു ഇത്തവണ എന്നെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഞങ്ങൾ ഹൈലൈറ്റ് മോൾ എത്താറായപ്പോഴത്തേക്കും വണ്ടി ഒന്ന് നിർത്തിയിട്ട് നേരെ പാലട പായസം കുടിക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പ് എടുത്തു. ഇവിടുന്ന് നേരെ ഒന്ന് ഹൈലൈറ്റിൽ കയറിയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനുമായി. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മോളിലെത്തി. അവിടെ കുറച്ച് കറങ്ങി നടന്ന് അത്യാവശ്യം അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനൊക്കെ കയറി. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയ മിസ്റ്റർ DIYയിൽ ഒന്നും കൂടെ അച്ഛനും അമ്മയും അർജുവൊക്കെ ആയിട്ട് വന്ന് അല്ലറ ചില്ലറ സാധനങ്ങൾ വീട്ടിലേക്കൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ ടാറ്റ ബൈ ബൈ, സീ യു.